ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ എപ്പിസോഡിൽ ശാലിനിയുടെ നിർദ്ദേശപ്രകാരം ശിവനെ അവിടേക്ക് തിരിച്ചു വിളിക്കേണ്ട എന്ന ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന സത്യാമ്മയ്ക്ക് ഒടുവിൽ രാഘവൻ നായരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരുന്നു. രാഘവൻ നായർ നിർബന്ധപൂർവ്വം അങ്ങനെ വാശി പിടിച്ചു തന്നെ ഇരിക്കുകയാണ്. എൻ്റെ മോനെ വിളിക്കാതെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ല എന്ന് പറഞ്ഞ് ആ സിറ്റൗട്ടിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നു. ഇത് കണ്ടതോടെ സത്യാമ്മയ്ക്ക് ആകെ നിരാശയായി. അപ്പോഴാണ് ശാലിനി ആവശ്യപ്പെട്ട പ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് ആ ഫയൽ, വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച ആളാരാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആ ഫയൽ രേഷ്മയുടെ കൈകളിലേക്ക് നേഴ്സ് എത്തിച്ചത്. ആ ഫയൽ നോക്കി നിൽക്കുമ്പോഴായിരുന്നു അവിടേക്ക് ശിവൻ വന്നെത്തിയത്. എന്നാൽ ഫയലിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിന്നിരുന്ന രേഷ്മയ്ക്ക് കൃത്യമായി അവിടേക്ക് എത്തിയ ശിവനെ കണ്ടെത്താനും കഴിയാതാകുന്നു. അപ്പോഴാണ് രേഷ്മയുടെ ഫോണിലേക്ക് ശാരദാമ്മ വിളിക്കുന്നത്. ശാരദാമ്മയുടെ കോള് വന്നതും ആരാണെന്ന് മനസ്സിലാകാതെ ആദ്യം രേഷ്മ സംസാരിക്കുമ്പോൾ ശാരദാമ്മ തന്നെ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ കുടുംബശ്രീ ശാരദയാണെന്നും ശാലിനിയുടെ കളക്ടർ ശാലിനിയുടെ അമ്മയാണെന്നും അറിയിച്ചപ്പോൾ പെട്ടെന്ന് രശ്മിക്ക് ആളെ മനസ്സിലായി. എന്തിനാ അമ്മ എന്നെ വിളിച്ചത്, അമ്മ കാര്യം പറഞ്ഞോളൂ എന്ന് അറിയിച്ചപ്പോൾ വേഗം ശാരദാമ്മ പറഞ്ഞു, രേഷ്മ ഒന്ന് ഇവിടെ വരെ ഒന്ന് വരുമോ, ഈ കുടുംബശ്രീ വരെ എനിക്ക് ഒന്ന് കാണണമായിരുന്നു എന്ന് അറിയിച്ചു. അത് കേട്ടതും അമ്മ എനിക്ക് വീട് അറിയത്തില്ലല്ലോ, സ്ഥലം എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ വേഗം എവിടേക്കാണ് വരേണ്ടതെന്ന് കൃത്യമായി ശാരദാമ്മ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഉടനെ തന്നെ താൻ എത്തിക്കോളാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ശാരദാമ്മ. രേഷ്മ അതിനുശേഷം വേഗം തന്നെ ശാരദാമ്മയ്ക്കരികിലേക്ക് രേഷ്മ പുറപ്പെട്ടു. ശാരദാമ്മ മാറി നിന്ന് ഫോൺ ചെയ്യുന്നതും തങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നതായിട്ടുമൊക്കെ ശ്യാമയ്ക്കും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ശാരിക്കുമൊക്കെ സംശയം തോന്നും. രണ്ടുപേരും അതിനെക്കുറിച്ച് ആലോചിച്ച് സംശയപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ സത്യാമ്മയോട് നിർബന്ധ ബുദ്ധിയോടെ തന്നെ ഇരിക്കുകയായിരുന്നു രാഘവൻ നായർ. ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിയ ശിവൻ അവിടെ പ്രകാശിന്റെ സുഹൃത്തായ ഡോക്ടർ അരുണിനെ വിളിക്കാമെന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞതനുസരിച്ച് അവിടേക്ക് അരുൺ എത്തിച്ചേരുന്നു. അരുൺ ശിവനോട് ആരാണെന്ന് അറിയാത്തതിനാൽ അന്വേഷിച്ചപ്പോൾ താൻ പ്രകാശിനെ അന്വേഷിച്ച് വന്നതാണെന്നും പ്രകാശിനെ കുറിച്ച് ഒരു വിവരവും കിട്ടാത്തത് കൊണ്ട്, പ്രകാശിനെ ഫോൺ ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ടാണ് താൻ പ്രകാശിനെ അന്വേഷിച്ച് വന്നതെന്നും അറിയിച്ചു. പ്രകാശ് എവിടെയാണെന്നും ഒന്ന് വിളിക്കാമോ എന്നും ചോദിച്ചപ്പോൾ പ്രകാശിനെ കുറിച്ച് ഞങ്ങൾക്കും ഒന്നും അറിയത്തില്ല എന്നതായിരുന്നു അരുണിന്റെ മറുപടി. 2-3 ദിവസം മുൻപ് ചേച്ചിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് പ്രകാശ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഇതുവരെയായിട്ട് തിരിച്ച് ആളെത്തിയിട്ടില്ല എന്നും ഞങ്ങൾ നിരന്തരമായി വിളിക്കുന്നുണ്ട്, ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് എന്നും അറിയിച്ചു. അതോടെ ശിവന്റെ മനസ്സിൽ ചില സംശയങ്ങൾ മുളപൊട്ടി. പിന്നീട് വിവരം എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ശിവന്റെ ഫോണിലേക്ക് പിള്ളച്ചേട്ടൻ വിളിക്കുന്നത്. ശിവൻ കോൾ എടുത്തതും പിള്ളച്ചേട്ടൻ പറഞ്ഞു, ശിവ, ഇവിടുന്ന് സത്യാമ്മ പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്, ശിവനെ അത്യാവശ്യമായി സത്യാമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു എന്നറിയിച്ചു. അത് കേട്ടതോടെ ശിവൻ പറഞ്ഞു, ഇല്ല പിള്ളച്ചേട്ടാ, ഞാനൊരു തീരുമാനമെടുത്തു, ഇനി അവിടേക്ക് ഞാൻ തിരിച്ചു വരുന്നില്ല. കാരണം സത്യത്തിൽ ആ വീട്ടിലേക്ക് ഞാൻ വരുന്നത് ആർക്കും ഇഷ്ടമല്ല, പ്രത്യേകിച്ച് കളക്ടർ ശാലിനി മാഡത്തിന്. മാത്രമല്ല, ആ വീട്ടിൽ ആർക്കും തന്നെ എന്നോട് ആത്മാർത്ഥമായ സ്നേഹമോ താല്പര്യമോ ഒന്നും തന്നെ ഇല്ല. ഉള്ളത് അച്ഛനും ആ പാവം കുട്ടികൾക്കും മാത്രമാണ്. അച്ഛൻ എന്നോടുള്ള സ്നേഹം അത് സ്വബോധത്തോടെ അല്ല താനും. അതുകൊണ്ട് തന്നെ വെറുതെ ഒരു പരിഹാസപാത്രമായിട്ട് ഇനി അവിടെ വന്ന് നിൽക്കാൻ എനിക്ക് വയ്യ എന്നതായിരുന്നു ശിവന്റെ മറുപടി. ഇത് കേട്ടതോടെ പിള്ള എന്നാലും എന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ ഫോൺ വെച്ച് കഴിഞ്ഞു. അതിനുശേഷം ആകെ വിഷമത്തോടെ സത്യാമ്മയോട് പിള്ള വിവരങ്ങൾ പറയുമ്പോൾ രാഘവൻ നായർ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഇവിടെ പിള്ളേ, എന്തായി, അവൻ വരുമോ എന്ന് ചോദിച്ചപ്പം വരും സാറേ, ഉടനെ വരും അങ്ങനെ പറഞ്ഞ് രാഘവൻ നായരെ സമാധാനപ്പെടുത്തുമ്പോൾ അവൻ വരട്ടെ, അവൻ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, അവനിങ്ങ് വരട്ടെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കാനുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ അവിടെ നിന്ന് അനങ്ങാൻ കൂട്ടാക്കാത്തത് കണ്ട് ശാരദാമ്മ ആകെ സങ്കടത്തോടെ നോക്കിയിരുന്നു. അപ്പോഴാണ് രേഷ്മ ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തിയത്. ശാരദാമ്മയുടെ വീട്ടുപടിക്കൽ അപ്രതീക്ഷിതമായ ഒരു പെൺകുട്ടി വന്നിറങ്ങിയത് കണ്ട് മുറ്റുമടിച്ചു കൊണ്ടിരുന്ന ശ്യാമ സംശയത്തോടെ നോക്കി. ശാരികയും ഇതാരാണ് പുതിയ പെൺകുട്ടി എന്ന രീതിയിൽ സംശയപ്പെട്ട് നോക്കി നിൽക്കുമ്പോഴേക്കും വാതിക്കലേക്ക് എത്തിയ രേഷ്മ
ഓട്ടോ പറഞ്ഞയച്ചതിന് ശേഷം ശ്യാമയോട് ചോദിച്ചു, ഇത് ശാരദാമ്മയുടെ വീടല്ലേ എന്ന് അന്വേഷിച്ചപ്പോഴേക്കും പെട്ടെന്ന് ശാരദാമ്മ വാതിക്കലേക്ക് എത്തി. ആ, മോൾ എത്തിയോ? രേഷ്മയല്ലേ എന്ന് ചോദിച്ചപ്പം അതെ എന്ന് രേഷ്മ തലകുലുക്കി. മോളിങ്ങി വന്നേ, കുറെ നേരമായി ഞാൻ മോളെ കാത്തിരിക്കുന്നു എന്ന് ശാരദാമ്മ അറിയിച്ചു. ശാരദാമ്മ മറ്റാരോടൊരു വാക്കുപോലും രേഷ്മ സംസാരിക്കുന്നതിന് കൊടുക്കാതെ വേഗം ശ്യാമയുടെയും ശാരികയുടെ മുന്നിൽ വെച്ച് രേഷ്മയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി പോകുന്നു. രേഷ്മയുടെ കൂടെയുള്ള ശാരദാമ്മ വെപ്രളപ്പെട്ട അകത്തേക്ക് കയറുന്നത് കണ്ട് ആകെ സംശയത്തോടെ ശ്യാമയും ശാരികയും നോക്കി. ശാരദാമ്മ വേഗം തന്റെ മുറിയിലേക്കാണ് രേഷ്മയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. രേഷ്മ മുറിയിലേക്ക് വന്നതും ശാരദാമ്മ പെട്ടെന്ന് വാതിലടച്ചിട്ട് ആ കബോർഡിൽ വെച്ചിരിക്കുന്ന ചിതാഭസ്മം വേഗം കയ്യിലെടുത്തു. എന്നിട്ട് രേഷ്മയോട് പറഞ്ഞു, മോളെ മോളെ ഞാൻ കാണണമെന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയാണ്. ഇത് ഞാൻ ശാലിനിയുടെ അടുത്ത് നിങ്ങൾ എടുത്തുകൊണ്ട് പോന്നു. ഇത് അവിടെ ഇരിക്കും തോറും അവളുടെ മനസ്സാകെ തകരുകയാണ്. അവൾക്ക് സമനില തെറ്റിയതുപോലെയാണ് അവളുടെ പെരുമാറ്റം. മാത്രമല്ല, ഇനിയും ഇത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് മോളെ, നല്ലൊരു ദിവസം നോക്കി ഈ ചിതാഭസ്മം ഏതെങ്കിലും ഒരു പുണ്യ നദിയിൽ നിമജ്ജനം ചെയ്യുന്നത് വരെ ഇത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മോൾക്കാണ്. ഇവിടെ അറിയാവല്ലോ, ഇപ്പോൾ തന്നെ 2 പെൺകുട്ടികളാണ് ഇവിടെ ഈ കുടുംബത്തുള്ളത്. ഞാൻ ഇതുമായി ഇവിടേക്ക് പോന്നപ്പോൾ അതിനെക്കുറിച്ചൊന്നും സത്യത്തിൽ ആലോചിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ മക്കൾക്ക് പോലും എൻ്റെ മേൽ സംശയമായി തുടങ്ങിയിരിക്കുന്നു. ഞാനെന്തോ നിധി ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുകയാണ് എന്നതായിരുന്നു അവരുടെ ചിന്ത. അതുകൊണ്ട് ഇതിനിവിടെ സൂക്ഷിക്കുന്നത് അത്ര അത്ര ശുഭമല്ല. ഇതിനിവിടെ സൂക്ഷിച്ചാൽ അത് ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിവിടെ സൂക്ഷിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമായിരിക്കില്ല. ഇത് മോള് കൊണ്ടുപോയി മോളുടെ വീട്ടിൽ സൂക്ഷിക്കണം. നിത്യവും വിളക്ക് തെളിയിച്ച് ഇത് ഒരു പ്രത്യേക സ്ഥാനത്ത് ഇത് വെച്ചുകൊണ്ട് നിത്യവും വിളക്ക് കത്തിക്കാൻ മോൾക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് മോള് ഇത് മോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ രേഷ്മ പറഞ്ഞു, അതിനെന്താ ശാരദാമ്മേ, ഞാനിത് കൊണ്ടുപോയിക്കോളാം. മരിക്കുന്ന സമയത്ത് അവൻ എന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് സ്നേഹിച്ചതും കരുതിയതും. അങ്ങനെ ആ സ്ഥാനത്ത് നിന്നാണ് ഞാൻ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതും. അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു സഹോദരി എന്ന നിലയ്ക്ക് ഞാൻ കൊണ്ടുപോയി ഇത് പ്രാർത്ഥിച്ച് ഇത് ഭദ്രമായ ഒരു സ്ഥാനത്ത് സ്ഥാപിച്ച് എന്നും വിളക്ക് തെളിയിച്ചോളാം എന്ന് രേഷ്മ ഉറപ്പു നൽകി. അങ്ങനെ ആ ചിതാഭസ്മം രേഷ്മ തന്റെ കയ്യിലേക്ക് വാങ്ങിക്കുമ്പോഴാണ് രേഷ്മയുടെ കയ്യിൽ നിന്ന് ആ ഫയൽ നിലത്തേക്ക് വീഴുന്നത്. ഇത് കണ്ടതോടെ ശാരദാമ്മ ആകെ ഞെട്ടലോടെ നിലത്ത് വീണ ആ ഫയൽ എടുത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അതിലിരിക്കുന്ന വിഷ്ണുവിന്റെ ഫോട്ടോ ശാരദാമ്മ കാണുന്നു. അപ്പോഴാണ് സുസ്മിത ഡേവിസിനെയും ആന്റണിയെയും കൂട്ടി സ്വാമിജിയുടെ മുന്നിലേക്ക് എത്തിയത്. സ്വാമിജിയോട് വളരെ ഭവ്യതയോടെ സുസ്മിത പറഞ്ഞു, സ്വാമി, ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിന് നന്മ ചെയ്യണമെന്ന ചിന്താഗതിയോടെ ഒരു സൽപ്രവൃത്തി ചെയ്യാനുള്ള മനസ്സുമായിട്ട് 2 ചെറുപ്പക്കാർ ഇവിടേക്ക് വരുമെന്ന് സ്വാമിജിയോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവരാണ് ഈ നിൽക്കുന്നത്. അപ്പോഴേക്കും ആന്റണിയും ഡേവിസും സ്വയം അവരെ പരിചയപ്പെടുത്തി. ഉടനെ സ്വാമി പറഞ്ഞു, അതെ, നമ്മുടെ പേരുകൾ നമ്മളല്ല പറയേണ്ടത്, മറ്റുള്ളവരാണ് നമ്മുടെ പേരുകൾ പറയേണ്ടതും നമ്മളെ പരിചയപ്പെടുത്തേണ്ടതും. അവിടെയാണ് നമ്മുടെ പ്രവൃത്തികളുടെ മഹത്വം. അതുകൊണ്ട് എന്തായാലും ഇങ്ങനെയൊരു സമീപനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. സത്യത്തിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്ത് സേവനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട സുസ്മിത പറഞ്ഞു, സ്വാമിജി, ഇവരുടെ സഹോദരിയുടെ പേരിൽ ഒരു ആതുര സേവനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ക്യാൻസർ രോഗികൾക്ക് മിതമായ നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായി തന്നെ അവർക്ക് ആധുനിക സംവിധാന ചികിത്സാ രീതികളെല്ലാം ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കാനാണ് ഇവർ ആഗ്രഹിച്ചിരിക്കുന്നതെന്ന് അറിയിച്ചു. അത് കേട്ടതും ഡേവിസ് പറഞ്ഞു, ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛനെ കാണുവാനായി പോയി. ആ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു രോഗി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും നേരിട്ട് അറിയാൻ സാധിച്ചത്. അപ്പോഴാണ് ഇങ്ങനെയൊരു ആഗ്രഹം മനസ്സിൽ ഉദിച്ചത് എന്ന് ഡേവിസ് അറിയിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞതും സ്വാമിജി പറഞ്ഞു, എന്തായാലും ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. സമൂഹത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ ഇതുപോലെ മുന്നിലേക്ക് വരണം. ഇത് ഒരു നല്ല പ്രവൃത്തി തന്നെയാണ്. ഇതിന് എൻ്റെ സഹായം എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് ഡേവിസും ആന്റണിയും പറഞ്ഞത്, ഇങ്ങനെയൊരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം നമ്മുടെ ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ പുതിയിടം നെൽകൃഷി. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് റവന്യൂ മിനിസ്റ്റർ നമുക്ക് നൽകാമെന്ന് തീരുമാനിക്കുകയും അതിന് അനുമതി നൽകുകയും ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇടം തിരിഞ്ഞു നിൽക്കുന്നത് മിനിസ്റ്ററേക്കാൾ മുൻപേ കളക്ടറാണ് ഇപ്പോൾ അതിനുള്ള അനുമതി നൽകാൻ മടി കാണിക്കുന്നത്.
അതുകൊണ്ട് സ്വാമിജിയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു സംരംഭം ആരംഭിക്കുന്നതെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും കളക്ടർ മാഡം അതിന് അനുമതി നൽകുമെന്ന് പറഞ്ഞു. അത് കേട്ടതോടെ സ്വാമിജി പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും അവരുടേതായ താല്പര്യങ്ങൾക്ക്, അവരുടേതായ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് വേണ്ടി മുൻഗണന നൽകി അവർ ഗവൺമെന്റിന്റെയും അധികാരികളുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് പല നീക്കങ്ങളും നടത്താറുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊരു അനുമതി നൽകാൻ തന്നെ ഭരണകൂടം നമ്മളോട് മടികാട്ടുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇത് ഒരു നല്ല സൽപ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ഇതിന് എന്റെ പിന്തുണ, എല്ലാവിധ എന്റെ പിന്തുണയും ഉണ്ടാകുമെന്ന് സ്വാമിജി ഉറപ്പ് നൽകി. അതിനുശേഷം സുസ്മിതയും ആന്റണിയും ഡേവിസും സന്തോഷത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആന്റണി പറഞ്ഞു, എന്തായാലും സ്വാമിജി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സ്വാമിജിക്ക് സാധിച്ചല്ലോ. എന്തായാലും സ്വാമിജി ഇതിനുള്ള അനുമതി നൽകിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ സുഹാസിനി പറഞ്ഞു, സുസ്മിത പറഞ്ഞു, എന്തായാലും പച്ചക്കൊടി കാണിച്ചല്ലോ സ്വാമി, ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പോ കളക്ടറുടെ കാര്യമോ എന്ന് ചോദിച്ചപ്പോഴേക്കും കളക്ടറുടെ കാര്യം ഇനി സ്വാമി നോക്കിക്കോളും. പിന്നെ ഇനി നമുക്ക് പ്രതിസന്ധിയായി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടിമാറ്റണം, അതാണ് ഇനി വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഡേവിസ് ചോദിച്ചു, വെട്ടിമാറ്റണം എന്ന് പറഞ്ഞാൽ കളക്ടറെ ആ പദവിയിൽ നിന്ന് തെറിപ്പിക്കാനോ എന്ന് ചോദിച്ചതും, അതിന്റെ ആവശ്യകതയൊന്നും ഇല്ലല്ലോ. പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, പണ്ട് കാലത്തുള്ള ആളുകൾ പറഞ്ഞത്, പുറത്തു പോകാൻ താല്പര്യമില്ലാത്തവരെ പുകച്ച് പുറത്ത് ചാടിക്കുക എന്നത്. അങ്ങനെ ഒരു ചിന്താഗതിയും ശൈലിയും നമ്മുടെ നാട്ടിൽ നടപ്പിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നോ? അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയാണ് ഇനി ഇവിടെ പ്രയോഗിക്കേണ്ടത്. അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നും സുസ്മിത അറിയിച്ചു. എന്നാൽ അങ്ങനെ ഒരു നീക്കം നമ്മുടെ ഭാഗത്തുനിന്ന് നടത്താമെന്ന് അവർ പറയുമ്പോഴേക്കും സുസ്മിത അങ്ങനെ ഒരു ആഗ്രഹം അറിയിക്കുമ്പോൾ ഇനി ആ രീതിയിലൊന്ന് നോക്കാമെന്നതായിരുന്നു ഡേവിസും ആന്റണിയും തീരുമാനിച്ചത്. അങ്ങനെ ശാലിനിയെ പുറത്താക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ നടത്താൻ നമുക്ക് ആവശ്യം ആ കളക്ടറേറ്റിൽ നിന്ന് ശാലിനിയോട് വൈരാഗ്യവും ദേഷ്യവും ഒക്കെയുള്ള പകയൊക്കെയുള്ള ഒരാളെ കണ്ടെത്തണം. അങ്ങനെ ഒരാളെ കണ്ടെത്തിയാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റുവെന്ന് സുസ്മിത ആന്റണിക്കും ഡേവിസിനും ഉറപ്പു നൽകി. അങ്ങനെ അവർ അതിനുവേണ്ടി കൃത്യമായി കണ്ടെത്താൻ പോകുന്നതും ADM ജോൺ അബ്രഹാമിനെ തന്നെ. അപ്പോഴാണ് ശാരദാമ്മയുടെ അരികിൽ വന്ന ആ ഫയൽ ശാരദാമ്മയുടെ കയ്യിലെ ശാരദാമ്മ വേഗം നിലത്തുന്ന ഫയൽ എടുക്കുമ്പോൾ അതിലെ വിഷ്ണുവിന്റെ ഫോട്ടോ കണ്ട് സംശയത്തോടെ ശാരദാമ്മ നോക്കി. അപ്പോഴേക്കും അത് കണ്ട രേഷ്മ പറഞ്ഞു, അത് വിഷ്ണു നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ സമയത്ത് അവൻ അങ്ങനെ പൂർണ്ണമായും പോകാൻ അവന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അവന്റെ മരണം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. അങ്ങനെ അവന്റെ മരണത്തിന് അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് അവൻ ഉറപ്പാക്കിയത് കൊണ്ട് അവന്റെ അവയവങ്ങൾ അവൻ ദാനം ചെയ്തിരുന്നു. ഇന്ന് അവൻ മരണപ്പെട്ടെങ്കിലും അവന്റെ അവയവങ്ങളിലൂടെ അവൻ ഇപ്പോഴും ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയാണ്. അവന്റെ കണ്ണും ഹൃദയവും കരളും അങ്ങനെ അവന്റെ അവയവങ്ങളെല്ലാം തന്നെ അവൻ ദാനം ചെയ്തു എന്നറിയിച്ചു. ഇത് കേട്ടതോടെ ശാരദാമ്മ ആകെ ഞെട്ടലോടെ നോക്കുമ്പോൾ ഉടനെ രേഷ്മ പറഞ്ഞു, ഈ ഫയലിനകത്ത് വിഷ്ണുവിന്റെ ഹൃദയം നൽകിയ ആളുടെ ആരാണോ അത് സ്വീകരിച്ചത് അവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. എന്നോട് ശാലിനി ഒന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്, ആ ഹൃദയം നൽകിയ ആള് വിഷ്ണുവിന്റെ ഹൃദയം ഏറ്റെടുത്ത ആൾ ആരാണെന്ന് ഒന്ന് ശാലിനിക്ക് കാണണമെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ റിസ്ക് എടുത്ത് ഈ ഫയൽ കണ്ടെത്തിയതെന്ന് അറിയിച്ചു. അപ്പോഴേക്കും ആ ഫയൽ നൽകിയ സുനന്ദയെ അവിടെ ഡോക്ടർ അരികിലേക്ക് വിളിപ്പിച്ചു. ഡോക്ടർ അടുത്തേക്ക് ചെന്നതും ഉടനെ സുനന്ദയോട് ഡോക്ടർ ചോദിച്ചു, അല്ല സുനന്ദയ്ക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ശമ്പളം തികയാതെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം എത്ര നാളായി സുനന്ദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ 7 വർഷമായി സാർ. സാറിന് അങ്ങനെ ചോദിച്ചത്, എനിക്കിവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം പോരാ എന്ന് ഞാൻ ആരോടും പരാതി പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ സുനന്ദ പറയുമ്പോൾ ഇത് കേട്ടതോടെ ഡോക്ടർ പറഞ്ഞു, പക്ഷേ സുനന്ദയുടെ പെരുമാറ്റ രീതികൾ അങ്ങനെയല്ലല്ലോ. സുനന്ദ ഇവിടെ നിന്ന് പെരുമാറുന്നതും ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനത്തിലെത്തി. സുനന്ദയ്ക്ക് ഈ ഹോസ്പിറ്റലിലെ ജോലി മതിയാവാത്തത് കൊണ്ട് തന്നെ സുനന്ദയ്ക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു. തൽക്കാലം ഇനി സുനന്ദ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ്ട. അത് കേട്ടതും സുനന്ദ പറഞ്ഞു, അയ്യോ സാറേ, സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക, ഞാൻ ആരോടും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ സുനന്ദയോട് ഡോക്ടർ പറഞ്ഞു, അതെ എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമല്ല, ഞാനേ ഒരു വിഷ്വൽസ് കണ്ടതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്, ഇത് നോക്കിക്കേ സുനന്ദ എന്ന് പറഞ്ഞ് ഡോക്ടറുടെ ക്യാബിൽ നിന്ന് ഫയൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന സുനന്ദയുടെ ആ വിഷ്വൽസ് കൃത്യമായി സുനന്ദയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഡോക്ടർ. ഇത് കണ്ടതോടെ സുനന്ദ വല്ലാത്ത ടെൻഷനിലായി. അയ്യോ ഡോക്ടർ, ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞു, സുനന്ദ, ഞാൻ സുനന്ദയോട് പറഞ്ഞതാണ്, എന്തായാലും ഇനി കൂടുതൽ എനിക്ക് എക്സ്ക്യൂസുകളൊന്നും കേൾക്കേണ്ടതില്ല. ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ഞാൻ ഇക്കാര്യം പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അവരുടനെ എത്തും. സുനന്ദയ്ക്ക് പറയാനുള്ളത് അവരോട് പറയാം എന്ന് പറഞ്ഞ് ഡോക്ടർ വല്ലാതെ ഗൗരവത്തിലിരിക്കുന്നു. അപ്പോഴാണ് ശാരദാമ്മ ആ ഫയലിലെ ഫോട്ടോസ് വളരെ പ്രതീക്ഷയോടെ തുറന്നു നോക്കിയത്.
ഫയലിന്റെ താളുകൾ മറിച്ചപ്പോൾ അതിലെ റെസിപ്പിയന്റിന്റെ ഫോട്ടോ കണ്ട് ശാരദാമ്മ ഞെട്ടി. അയ്യോ, ശിവനോ എന്നിങ്ങനെ ഞെട്ടലോടെ ശാരദാമ്മ ആ ഫോട്ടോ കണ്ട് ചോദിച്ചു. ഉടനെ രേഷ്മ ചോദിച്ചു, ആ ശിവൻ തന്നെ, ശിവനാണ് വിഷ്ണുവിന്റെ ഹാർട്ട് സ്വീകരിച്ചിരിക്കുന്ന ആള്. അല്ല, ശാരദാമ്മയ്ക്ക് ഇയാളെ അറിയാവോ എന്ന് ചോദിച്ചത്. ശാരദാമ്മ ഞെട്ടലോടെ രേഷ്മയോട് പറഞ്ഞു, എന്റെ മോളെ, ഇതിനോടകം വിഷ്ണുവിന്റെ ഹൃദയവുമായി ഇയാള് ആ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ വിഷ്ണു ശാലിനി താമസിക്കുന്ന ആ വീട്ടിൽ ഈ ശിവനുമുണ്ട് എന്നറിയിച്ചു. അത് കേട്ടതോടെ രേഷ്മയ്ക്കാകെ അതിശയായി. എന്ത് ശാരദാമ്മയെ പറയുന്നത്, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു, അതേ മോളെ, വിഷ്ണു അവന്റെ സ്നേഹം, ആ കുടുംബത്തോടുള്ള അവന്റെ കരുതൽ അവൻ മരണത്തിലൂടെയും അവൻ തെളിയിച്ചിരിക്കുകയാണ്. അവന്റെ ഹൃദയം ആ ആ ഒരു വ്യക്തിക്ക് നൽകിയിട്ട് അയാൾ ദാ ഇപ്പോ ആ വീടിന്റെ രക്ഷകനായിട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. എത്രയോ ദിവസങ്ങളായി ആ വീട്ടിലേക്ക് അവൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതും രേഷ്മയ്ക്കാകെ അതിശയമായി. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, മോള് രേഷ്മയെ, ഒരു കാരണവശാലും ഈ ഫയൽ ശാലിനി കാണാൻ പാടില്ല. ഇപ്പോൾ ഇത് അവൾ കാണരുത്. കണ്ടാൽ ചിലപ്പോൾ എന്താ സംഭവിക്കുക എന്ന് എനിക്ക് പോലും പറയാനാവില്ല. അതുകൊണ്ട് തൽക്കാലം സമയവും സന്ദർഭവും ഒക്കെ ഒത്തുവരുമ്പോൾ ഞാൻ തന്നെ ഇക്കാര്യം അവളോട് പറഞ്ഞോളാം. അതുവരെ ഇക്കാര്യം ഒരിക്കലും മോൾ അവളെ അറിയിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് രേഷ്മ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ശാരദാമ്മേ, ഈ ഫയല് ശാരദാമ്മ ഇവിടെ സൂക്ഷിച്ചു, അതാ നല്ലത് എന്നറിയിച്ചു. എന്നാ ശരി മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മ ആ ഫയൽ തന്റെ കബോർഡിനകത്ത് എടുത്തു വെച്ചു. എന്നിട്ട് രേഷ്മയോട് പറഞ്ഞു, മോള് ഇനി ഇതുമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ. ഇനി അധികം നേരം ഇവിടെ നിന്ന് സംസാരിക്കണ്ട. കാരണം ഇവിടെ ചുവരുകൾക്ക് പോലും കാതുകളുള്ളതാണ് എന്ന് പറഞ്ഞ് ശാരദാമ്മ രേഷ്മയും വിളിച്ച് റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വാതിൽക്കൽ ശാരികയും ശ്യാമയും കാത്തിരിക്കുകയായിരുന്നു. എന്തായിരിക്കും അമ്മ ഈ വാതിലടച്ച് അകത്ത് കയറുന്നത് പോലെ സംസാരിക്കുന്നത് എന്ന് പരസ്പരം അവർ സംശയത്തോടെ നോക്കി. അപ്പോഴേക്കും ശാരദാമ്മ വാതിൽ തുറക്കുമ്പോൾ തന്റെ പെൺമക്കൾ രണ്ടുപേരും ആ വാതിലിന് മുന്നിൽ കാത്തു നിൽക്കുന്നത് കണ്ട് ശാരദാമ്മ ഞെട്ടലോടെ നോക്കുന്നു. ഒടുവിൽ ശാരദാമ്മയുടെ നേരെയുള്ള ശ്യാമയുടെയും ശാരികയുടെയും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പോലും ശാരദാമ്മ നൽകാതെ രേഷ്മയെ അവിടെ നിന്ന് യാത്ര അയച്ചു. രേഷ്മ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ശ്യാമയുടെ മനസ്സിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്താണ് രേഷ്മയുടെ കയ്യിൽ അമ്മ കൊടുത്തു വിട്ടത് എന്ന്. അതിനെക്കുറിച്ച് ഓർത്ത് ശ്യാമ തല പൊയ്ക്കുമ്പോൾ ശാരദാമ്മ പിന്നീട് തന്റെ റൂം പൂട്ടിയിടാനോ അതുപോലെ മറ്റാരും റൂമിലേക്ക് കയറ്റാതിരിക്കാനോ ഒന്നും തന്നെ ശ്രമിക്കാതെ വാതിൽ വീണ്ടും പഴയതുപോലെ തന്നെ തുറന്നിട്ടുകൊണ്ട് ശാരദാമ്മ അവിടുന്ന് പോകുന്നത് കണ്ടപ്പോൾ അമ്മ അതിനുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നത് എന്തോ ഒന്ന്, അതാണ് രേഷ്മയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം ഡോക്ടർ ശിവന്റെ ഹാർട്ട് മാറ്റി വെച്ചതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ശിവനോട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും അക്കാര്യം ഒരിക്കലും ശിവൻ അറിയരുത് എന്ന മഹേന്ദ്രന്റെ വാക്കുകൾ ഉള്ളതുകൊണ്ടും അക്കാര്യം മഹേന്ദ്രനോട് സംസാരിക്കാനായി ഡോക്ടർ എത്തുന്നു. തന്റെ റൂമിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ആ ഫയൽ അത് മിസ്സിംഗ് ആയിട്ടുണ്ട് എന്നുള്ള വിവരം ഡോക്ടർ മഹേന്ദ്രനെ അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് ശിവനോട് ഈ സത്യങ്ങൾ പറയുന്നതല്ലേ നല്ലത്. പിന്നീട് മറ്റാരെങ്കിലൂടെ ഈ സത്യം അറിയുന്നതിനേക്കാൾ നല്ലത് ശിവനത് അറിഞ്ഞിരിക്കുന്നതല്ലേ എന്ന് ഡോക്ടർ അന്വേഷിക്കുമ്പോൾ അത് കേൾക്കുന്ന മഹേന്ദ്രൻ പറയുന്നത്, ഇന്ന് വരെ എന്റെ മോൻ അങ്ങനെ ഒരു സത്യം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അവൻ ഇപ്പോഴും അവന്റെ ജീവൻ നിലനിർത്തുന്നതും അവന്റെ ജീവൻ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും മറ്റൊരാളുടെ ഹൃദയം അവന് മാറ്റിവെച്ചത് കൊണ്ടാണെന്നുള്ള സത്യം അവൻ അറിഞ്ഞാൽ ഒരുപക്ഷെ പിന്നീട് അവൻ ഈ ജീവിതവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ മോന്റെ ജീവൻ മറ്റൊരാളുടെ ദയ കൊണ്ടാണ് നിലനിൽക്കുന്നതെന്നുള്ള സത്യം അവൻ ഒരിക്കലും അറിയാൻ പാടില്ല. അവന്റെ ഇപ്പോഴത്തെ ജീവിതം അത് മറ്റൊരാളുടെ ദയയാണെന്നുള്ള സത്യം ഒരിക്കലും അവൻ അറിയരുതെന്ന് മഹേന്ദ്രൻ ഡോക്ടറോട് പറയുമ്പോൾ ഈ സത്യങ്ങളൊന്നും അറിയാതെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഫയലുകൾ മിസ്സായതൊന്നും അറിയാതെ പ്രകാശിനെ കാണാതായതിനെ കുറിച്ച് അന്വേഷണം തുടർന്നുകൊണ്ടു പോകുന്ന ശിവൻ ഒടുവിൽ പ്രകാശൻ കാണാൻ പോയത് പ്രകാശിന്റെ ചേച്ചിയെയാണെന്ന് പ്രകാശിന്റെ സുഹൃത്തായ അരുൺ എന്ന ഡോക്ടറിലൂടെ അറിയുന്ന ശിവൻ പ്രകാശൻ ചേച്ചി എന്ന് അഭിസംബോധന ചെയ്യുന്നത് കളക്ടർ ശാലിനി മേഡത്തെയാണെന്ന് ശിവൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കളക്ടറെ കാണുവാനായിട്ട് നേരെ കളക്ടറേറ്റിലേക്ക് എത്തി. ശാലിനിയെ വിളിച്ച് ഇന്റർകോമിൽ വിളിച്ചുകൊണ്ട് അനുപല്ലവി ഈ കാര്യം അന്വേഷിക്കുമ്പോൾ മേഡം ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞതും അകത്തേക്ക് പറഞ്ഞു വിടൂ എന്ന് മാത്രമായിരുന്നു ശാലിനിയുടെ മറുപടി. മേഡം അത് പിന്നെ എന്ന് പറയാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ കോള് കട്ടാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴേക്കും വളരെ സന്തോഷത്തോടെ ശിവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആരാണ് തന്നെ കാണാൻ വന്നിരിക്കുന്ന ഗസ്റ്റ് എന്ന് വല്ലാത്ത ലാഘവത്തോടെ ആ
ഡോറിനരികിലേക്ക് നോക്കുമ്പോഴാണ് അകത്തേക്ക് കയറി വരുന്ന ശിവനെ ശാലിനി കാണുന്നത്. ഉടനെ വല്ലാത്ത ഞെട്ടലിൽ ശാലിനി ശിവനെ തന്നെ ഉറ്റുനോക്കുന്നു. വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ടും അയാൾ വീണ്ടും തന്നെ പിന്തുടർന്ന് വരുന്നു എന്ന ഒരു ആശങ്കയും സംശയവും ദേഷ്യവും ഒക്കെ ശാലിനിയുടെ മുഖത്ത് നിഴലിക്കുന്നു.